അതെ, നിങ്ങൾക്കറിയോ പയറിൻ്റെ ഇല പൊട്ടിച്ചിട്ട് നിങ്ങളാരെങ്കിലും ഉപ്പേരി വെച്ചിട്ടുണ്ടോ? അപ്പോൾ പയറിൻ്റെ ഇല പൊട്ടിക്കാണേ എല്ലാവരും പെണ്ണുങ്ങൾ ഓടി വരെ. പയറിൻ്റെ ഇല എന്നുള്ള മയോ ഞാറ് നടല്ല, ഇത് പയറിൻ്റെ ഇലയാണ്. നമ്മൾ വിചാരിക്കും ഈ പയറിൻ്റെ ഇലയ്ക്ക് ഇത്ര വിലയൊന്നുമില്ലല്ലോ, അപ്പോൾ എന്തിനാണ്? ഒരു ഇത്തിരി സ്ഥലം മതി. ഇത് നോക്കി ഞങ്ങൾ ഒരു കണ്ണി എണ്ണ ഉണ്ടാക്കി വയ്ക്കണം. ഒരു കണ്ണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6-7 അടി നീളവും ഒരു 4 അടി വീതിയിലുള്ള കാണിക്കുമ്പോൾ ഈ 4 അടി വീതിയിലുള്ള ഇത്. എന്നിട്ട് ഞങ്ങൾ അതിനെ ഓരോ ഇതിൽ അത് കിളച്ചിട്ട് ഓരോ കുഴി കുഴിച്ചിട്ട് കുത്തിയിട്ടു. കാരണം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ മറന്നു പോയിണ്ടാവും പയർ എന്താന്ന്. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ കൂമ്പില നുള്ളുക. ഈ ഇല നുള്ളിയിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. കാരണം ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ അതുമ്മേലേക്കൊക്കെ ഇത് തെറിക്കും, മണ്ണ് തെറിക്കും. അപ്പോൾ ഇഷ്ടംപോലെ മണ്ണുണ്ടാവും അതുമ്മേ. എന്നിട്ട് ഈ കൂമ്പല നുള്ളിയിട്ട് നിങ്ങൾ അത് ചെറുതാക്കി അരിഞ്ഞുക. എന്നിട്ട് കുക്കറിൽ 2 അടി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് വേവുണ്ട് ഇതിന്. എന്നിട്ട് വെന്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് വേണം വേവിക്കാൻ. വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അത് ലേശം ഉപ്പിടുക. എന്നിട്ട് ചൂടാറുമ്പോൾ കുക്കറിലിട്ട് 2 അടി അടിച്ച് താഴ്ത്തിറക്കി വെച്ച് ചൂടാറുമ്പോൾ അതെടുത്തിട്ട് പിഴിച്ചിട്ട് അതിനെ നിങ്ങൾ ഉപ്പിട്ടിട്ടാണല്ലോ എടുത്തേക്കണേ. എന്നിട്ട് മുളകും ചുവന്നുള്ളി വെള്ളുള്ളിയൊക്കെ അരിഞ്ഞ് മുളകിടുന്ന അതിൽ കുറച്ച് അരി വറുത്തത് ഇടുക, അരി ഇടുക, പിന്നെ വറ്റൽമുളക് ഇടുക, ഉഴുന്ന് പരിപ്പ് ഇടുക. അതൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് മുളക് ഇട്ടിട്ട് ഇത് ഉലർത്തിയിട്ട് അതിലേക്ക് ഇടുക. ഇത് നല്ലോണം ഉലർത്തണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇടുക. നല്ല സൂപ്പർ സാധനമാണ്. ഇതിന് ശേഷം പയർ ഉപ്പിട്ട് നന്നായിട്ടല്ലോ ഒരു 15 മിനിറ്റ് ഇതിൽ വേവിച്ചാലും മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ എന്നിട്ട് ഉലർത്തുക. ഇതുപോലെ ഇങ്ങനെ ഉലർത്തണം നന്നായിട്ടിട്ട്. ഉലർത്തിയതിന് ശേഷം ഇതുപോലെ ഉലർത്തും. വളരെ കുറച്ച് എനിക്ക് വേണ്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉലർത്തിയതിന് ശേഷം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഒരു ലേശം അരി, പിന്നെ വറ്റൽമുളക്, ഉഴുന്ന് ഒക്കെ ഇടുക. എന്നിട്ട് അതൊന്നിങ്ങനെ വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് ഒരു ലേശം ഇടുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ കുറച്ചിടുക. തേങ്ങ കുറച്ചിട്ടിട്ട് കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഈ പയർ ചുരിയുക. ഉലർത്തി വെച്ച പയർ ഇല അതിലേക്ക് ചുരിയുക. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കുക.
കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതുപോലെ തന്നെ കഴിക്കാനും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് പയറുണ്ടല്ല. എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഡ്രൈ ആയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കഴിക്കുക, നല്ല ടേസ്റ്റാണ്.